Hi friends, welcome back to Click and Cook Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഒരു എഗ്ലെസ് മയണൈസ് ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മയണൈസ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ടൈം ആവശ്യമുള്ളൂ. അതേപോലെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് എടുക്കാം. എപ്പോഴും പാലെടുക്കുന്നതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ വേണം ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്, വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പാൽ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലാണെങ്കിൽ അതേപോലെ തന്നെ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വിനെഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ കേടോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നൊരു 30-40 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു 30 സെക്കൻഡോളം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മയണൈസ് എഗ്ഗ് വെച്ചുണ്ടാക്കുന്ന മയണൈസിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷൻ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.